ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലൈറ്റ് ഓൺ മീയുടെ എപ്പിസോഡ് 10 കാണാം. 9ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ലീസൂഹി ആ വീഡിയോ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വരെയാണ്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ഷിൻവുവിനെയാണ് കാണിക്കുന്നത്. ഷിൻവു നടന്നു വരുന്ന സമയത്ത് ടേക്യുങ്ങിനെ കാണുകയാണ്. അവ എന്തോ കവറൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, മോനത് കൊണ്ടുപോകണ്ട, ഞാൻ കൊണ്ടുപോയി കളഞ്ഞോളാന്ന്. അപ്പോൾ ടേക്യുങ് പറയും, വേണ്ട, അങ്കിളിന് കാല് വയെന്നല്ലേ പറഞ്ഞത്, ഞാനിത് കൊണ്ടുപോയി കളഞ്ഞോളാന്ന്. എന്നിട്ട് അവൻ ആ കവർ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം ഷിൻവു അവിടെ നിന്ന് ചിരിച്ചിട്ട് പറയാണ്, ഞാൻ ആദ്യമായിട്ട് ടേക്യുങ്ങിനെ കണ്ടത് ഞങ്ങളുടെ ക്ലാസ്സിൽ വെച്ചാണ്. ഒരു ദിവസം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പയ്യന്മാർ വന്നിട്ട് ടേക്യുങ്ങിൻ്റെ അടുത്ത് പറയാണ്, വാടാ ടേക്യുങ്, നമുക്ക് കളിക്കാൻ പോവാന്ന്. അപ്പം ടേക്യുങ് പറയുന്നു, ഞാൻ വരുന്നില്ലെന്ന്. അപ്പം അവന്മാർ ചോദിക്കും, എന്താ ടേക്യുങ് ഇങ്ങനെ നീ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു ഫ്രണ്ട്സിനെയും കിട്ടാൻ പോകുന്നില്ലെന്ന്. അപ്പം ടേക്യുങ് പറയും, ഞാൻ പെരുമാറുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സോറി ചോദിക്കുന്നു. പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും ഒച്ചത്തിൽ സംസാരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പഠിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേന്ന്. ഇതൊക്കെ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു ഷിൻവു. ഇതിനുശേഷം ഷിൻവു ഒരു ദിവസവും കൊണ്ട് ടേക്യുങ്ങിനെ കാണുന്നുണ്ട്. അന്ന് അവൻ മനഃപൂർവ്വം ചെന്ന് അവൻ്റെ കയ്യിലിടിക്കുകയാണ്. അപ്പം ടേക്യുങ് ഇത്രേ പറയുന്നുള്ളൂ, നീ എവിടെ പോകുന്നെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു പോവാൻ ശ്രമിക്കാൻ. ഷിൻവു കൗൺസിലർ റൂമിൽ ഇരുന്നിട്ട് ഇതൊക്കെ ആലോചിച്ചതിന് ശേഷം എന്തോ ഒരു സാധനം എടുത്തിട്ട് പറയാണ്, ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ടേക്യുങ് എന്ന്. അടുത്ത സീനിൽ ഡേവോണും അവൻ്റെ ഫ്രണ്ട്സും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്ത് അവൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നല്ല ബാൻഡാ, നിന്റെ ഗേൾ ഫ്രണ്ട് തന്നതാണോ എന്ന്. അപ്പോൾ ഡേവോൺ പറയും, അല്ലടാ, എൻ്റെ ബോയ് ഫ്രണ്ട് തന്നതാണെന്ന്. അപ്പോൾ അവൻ പറയും, ബോയ് ഫ്രണ്ടോ എന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയില്ലേ, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമെന്ന്. അപ്പോൾ ഡേവോൺ ചോദിക്കും, നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ അതിൽ മറ്റൊരു പയ്യൻ പറയും, നിനക്ക് ഷിൻവുവിനെ അറിഞ്ഞൂടെ, അവൻ ഇങ്ങനെ ആർക്കോ ഒരാൾക്കൊരു ബ്രേസ്ലെറ്റ് കൊടുത്തതിന് ശേഷം ആൾക്കാർ അവനെ പറ്റി തെറ്റായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി, അതിനുശേഷമാണ് അവ ഇങ്ങനെ ആയതെന്ന്. അപ്പോൾ ഡേവോൺ പറയും, എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു എന്ന്. ഡേവോൺ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിലൊരു പയ്യൻ വീണ്ടും അവൻ്റെ കയ്യിൽ അടുത്ത് ചെന്നിട്ട് അതിൽ തൊട്ടിട്ട് പറയണം, ഓ ഇത് ലവ് ബ്രേസ്ലെറ്റ് ആണല്ലേ എന്ന്. ഇതവന്മാർ പറയുന്നത് അവനൊരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ്. എന്നിട്ട് അവന്മാർ ചോദിക്കുകയാണ്, നീ കഴിക്കാൻ പോകാനായിട്ട് വരുന്നുണ്ടോ ഡേവോൺ എന്ന്. അപ്പോൾ ഡേവോൺ പറയും, ഞാൻ വരുന്നില്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഇപ്പം നിങ്ങൾ പൊയ്ക്കൂന്ന്. അപ്പോൾ ഇവർ പോയതിന് ശേഷം ടേക്യുങ് കൊടുത്ത ആ ബാൻഡില്ലേ, അത് കയ്യിൽ നിന്ന് ഊരിയിട്ട് അവൻ പോക്കറ്റിലേക്ക് ഇടുകയാണ്. ഇതേ സമയം തന്നെ അവിടെ നങ്കുങ്ങും ടേക്യുങ്ങും വരെയാണ്. നങ്കുങ് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്കിത് വേണമെന്ന്. ആദ്യം ഡേവോൺ പറയും വേണ്ടെന്ന്. എന്നിട്ട് അവൻ പറയും, ആ വേണമെന്ന് പറഞ്ഞ് കഴിക്കുന്നു. ഇവരിങ്ങനെ അവിടെ കോമഡി ആയിട്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഡേവോണിൻ്റെ കയ്യിലേക്ക് തന്നെയാണ് ടേക്യുങ് നോക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലാവും അവൻ കൊടുത്ത ആ ബാൻഡ് അവൻ്റെ കയ്യിലില്ലെന്ന്. അവിടെ ഷിൻവു ആണെങ്കിൽ ടേക്യുങ് ഇപ്പോൾ വരും എന്നും പറഞ്ഞ് അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടേക്യുങ് ആണെങ്കിൽ ജ്യൂസ് എടുക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ ഡേവോൺ നിൽക്കുന്നത് കാണുന്നു. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, നീ ഈ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്ക്, നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ ഡേവോൺ ചോദിക്കും, നിനക്ക് ഏതെങ്കിലും ജ്യൂസ് വേണമെങ്കിൽ പറ, ഞാൻ വാങ്ങിച്ചു തരാമെന്ന്. അപ്പോൾ ഡേവോൻ്റെ അടുത്ത് അവൻ പറയും, വേണ്ടടാ, എനിക്ക് വേണ്ടെന്ന്. അപ്പോൾ ഡേവോൺ പറയും, കുഴപ്പമില്ല, നീ ഇത് കുടിക്കുമെന്ന് പറഞ്ഞ് ഒരു ജ്യൂസ് എടുത്ത് കൈ കൊടുക്കുന്നു. എന്നിട്ട് ഡേവോൺ ചോദിക്കുകയാണ്, നമുക്ക് ഇനി ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങിയാലോ എന്ന്. അപ്പോൾ അവൻ പറയും, ആ ശരി, കണ്ടിന്യൂ ചെയ്യാന്ന്. അപ്പോൾ ഡേവോൺ പറയും, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നിൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ടേക്യുങ് ചിരിച്ചിട്ട് പറയും, ആ ശരിയടാ, ഞാൻ എന്തായാലും വൈകുന്നേരം കൗൺസിലർ റൂമിലേക്ക് വരാമെന്ന്. അടുത്ത സീനിൽ അവരെല്ലാവരും കൂടെ കൗൺസിലർ റൂമിൽ ഇരിക്കുകയാണ്. അപ്പം നങ്കുവും ചോദിക്കും, ഓ ഇന്ന് അവധി ദിവസമാണല്ലോ, നമുക്ക് വൈകുന്നേരം എവിടെയെങ്കിലും പോയാലോ എന്ന്. അപ്പോൾ ഡേവോൺ പറയും, പറ്റത്തില്ലടാ, വൈകുന്നേരം ഞാൻ അവന് ക്ലാസ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ നങ്കുവും ചോദിക്കും, എടാ, ഒരേ ഒരു ദിവസമാണ് അവധി കിട്ടുന്നത്, അന്നും ഇങ്ങനെ പഠിക്കാനായിട്ട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഓ നീ എന്തെങ്കിലും ചെയ്തോ, എന്തായാലും ഞാൻ വൈകുന്നേരം പുറത്തേക്ക് പോകുമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നു. അപ്പോൾ ഡേവോൺ ഷിൻവുവിനെ വിളിക്കുന്നു. ഇതേ സമയം തന്നെ അവിടെ ടേക്യുങ് വരെയാണ്. ടേക്യുങ്ങിനെ കണ്ടിട്ട് ഡേവോൺ ചോദിക്കും, ഇത്രയും പെട്ടെന്ന് വന്നോ എന്ന്. അപ്പോൾ അവൻ പറയും, നിനക്ക് വേണ്ടി ഞാൻ നേരത്തെ വന്നതാണെന്ന്. ഇത് കേട്ടിട്ട് ഷിൻവുവിന് ഒരുമാതിരി ആവുന്നുണ്ട്. അപ്പോൾ ടേക്യുങ് ഷിൻവുവിനെ ശ്രദ്ധിച്ചിട്ട് ഷിൻവുവിന് ഹായ് പറയുന്നുണ്ട്. അപ്പോൾ ഷിൻവുൻ തിരിച്ച് ഹായ് പറഞ്ഞിട്ട് ഡേവോൻ്റെ അടുത്ത് പറയും, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഷിൻവു പോയതിന് ശേഷം ടേക്യുങ് ഡേവോൻ്റെ അടുത്ത് ചോദിക്കും, നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ ഡേവോൺ എന്ന്. അപ്പോൾ ഡേവോൺ പറയും, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനത് നിൻ്റെ അടുത്ത് പറയാമെന്ന്. ഇവരകത്തിരുന്ന് സംസാരിച്ചതെല്ലാം പുറത്തുനിന്ന് ഷിൻവു കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സമയം തന്നെ അവിടെ സാറ് വരുന്നു. പിന്നെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സാറ് ചോദിക്കും, നീയും ടേക്യുങ്ങും ഇപ്പം നല്ല
കൂട്ടല്ലേ എന്ന്. അപ്പം അവൻ പറയും ആ കൂട്ടൊക്കെ തന്നെ എന്ന്. ഷിൻവു സംസാരിച്ചതിന് ശേഷം സാറ് ചോദിക്കും, ഷിൻവു നീ ഇപ്പം ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയാ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന്. അപ്പം ഷിൻവു പറയും അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു, അവർക്ക് എന്നെ തിരിച്ചിഷ്ടമല്ല, അതുമാത്രമല്ല അവർക്ക് വേറൊരാളെയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ സാറ് പറയും നീ ഒരു കാര്യം ചെയ്താൽ മതി, ആദ്യം നല്ല ധൈര്യത്തോടെ പോയി അവർക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയാൻ നോക്കാൻ. സാറ് പറയുന്നതൊക്കെ കേട്ടിട്ട് ഷിൻവു ചോദിക്കും, അല്ല ഇതേ കാര്യം സാറ് നങ്കുങ്ങിനോട് പറഞ്ഞായിരുന്നു എന്ന്. അപ്പോൾ സാറ് പറയും അതെ, എന്താ നീ അങ്ങനെ ചോദിച്ചേന്ന്. അപ്പോൾ ഷിൻവു ചിരിച്ചിട്ട് പറയും, അല്ല നങ്കുങ് ഇതേ കാര്യം ഞങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണെന്ന്. ഷിൻവു സംസാരിച്ചതിന് ശേഷം സാർ അവനോട് താങ്ക്സ് പറയുന്നുണ്ട്, കാരണം അവ ഇത്രയും നേരം സാധനങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചില്ലേ, അതിനാണ് സാർ അവൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞത്. അപ്പോൾ ഈ ഷിൻവു ആണെങ്കിൽ പോവാനായിട്ട് പോയിട്ട് പെട്ടെന്ന് തിരിഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് പറയുന്നു, അപ്പോൾ ധൈര്യം ഉണ്ടായാൽ മതിയല്ലേ എന്ന്. അടുത്ത സീനിൽ ഡേയോണും ടേക്കും കൂടെ ഇരുന്ന് പഠിക്കുകയാണ്. ഈ സമയത്ത് ഡേയോണിന് എന്തോ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അവൻ ആ മെസ്സേജ് എടുത്ത് നോക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ടേക്കിങ് ഡേയോണിൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ ഇട്ട് തന്ന ബാൻഡ് എവിടെ? നീയല്ലേ പറഞ്ഞത് അത് ഊരി വെക്കത്തില്ല ഒരിക്കലും എന്ന്, എന്നിട്ട് ഇപ്പം അത് എവിടെയെന്ന്. ഈ സമയം അവിടെ ഡേയോണിൻ്റെ 2 ഫ്രണ്ട്സ് ഇല്ലേ, അവർ വരെയാണ്. അവർ വന്നിട്ട് ഡേയോണും ടേക്കും കൂടെ കൈകോർത്തിരിക്കുന്നത് കണ്ടിട്ട് ഇവരെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചിട്ട് പറയുകയാണ്, ഓ നിങ്ങൾ പഠിക്കുകയായിരുന്നാ, ഞങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ചിരിച്ചുകൊണ്ട്. അവരവിടെ നിന്ന് പോയതിനു ശേഷം ടേക്കിങ് ഡേയോണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോകുന്നു, അതുപോലെ പിന്നെ നിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് നിൻ്റെ അടുത്തുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവ അവിടെ നിന്ന് വിഷമത്തോടെ പോവുകയാണ്. ഡേയോണിനാണെങ്കിൽ അവൻ്റെ അടുത്ത് എന്ത് പറയണമെന്ന് പോലും അറിയാതെ അവിടെ ഇരിക്കുന്നു. ടേക്കിങ് അവിടെ നിന്ന് പോകുന്നത് നങ്കുങ് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. നങ്കുങ് ടേക്കിങ്ങിനെ കണ്ടിട്ട് ചോദിക്കും, എന്ത് പറ്റി ടേക്കിങ് എന്ന്. അപ്പോൾ ടേക്കിങ് നങ്കുങ്ങിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് പറയും, ഞാൻ കരുതിയതുപോലെയൊന്നും അല്ലടാ, ഞാൻ സ്നേഹിച്ച ആളെ എന്നെ അതുപോലെ സ്നേഹിക്കുന്നില്ലെന്ന്. ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് നങ്കുങ് പറയും, നീ ആരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും നീ അവർക്ക് കുറച്ച് സമയം കൊടുത്തു നോക്ക്, ചിലപ്പോൾ അത് ശരിയായി വന്നേക്കാം, അവർ നിന്നെ അക്സെപ്റ്റ് ചെയ്യും, നീ എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതുപോലെ നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്കും ടേക്കിങ് ചോദിക്കും, അപ്പോൾ വെയിറ്റ് ചെയ്താൽ മതിയാന്ന്. അപ്പോൾ നങ്കുങ് പറയും, നീ വെയിറ്റ് ചെയ്ത് നോക്കെന്ന്. ഈ സമയം അവിടെ ലീസൂയി വന്നിട്ട് ഡേയോൺ എവിടെയെന്ന് ചോദിക്കുന്നു നങ്കുങ്ങിനോട്. അപ്പം നങ്കുങ് പറയും എനിക്കറിയത്തില്ലെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ചതിന് ശേഷം ടേക്കിങ് നങ്കുങ്ങിനോട് പറയുന്നു, പിന്നെ ശരിയടാ ഞാൻ പോകുന്നെന്ന്. ലീസൂഹി ആണെങ്കിൽ അവൻ പോകുന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ടേക്കിങ് പോയതിനു ശേഷം നങ്കുങ് അവളോട് ചോദിക്കും, അല്ല ലീസൂഹി നീ എന്തിനാ ടേക്കിങ്ങിൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൾ പറയും, എനിക്ക് അവനെ ഇഷ്ടമല്ല, അവനും ഡേയോണും തമ്മിൽ എന്തോ ഉണ്ട് എനിക്ക് അറിയാമെന്ന്. അപ്പോൾ നങ്കുങ് ചോദിക്കും, നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നതെന്ന്. നങ്കുങ് പറഞ്ഞതിന് ശേഷം ലീസൂഹി വീണ്ടും പറയുന്നു, അവർക്കിടയിൽ എന്തോ ഉണ്ട് എനിക്കറിയാം, എനിക്ക് ആ ടേക്കിങ്ങിനെ ഇഷ്ടമേ അല്ലെന്ന്. അപ്പം നങ്കുങ് പറയും, നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് ദേഷ്യം കൂടി വരെയാണ്, കുറച്ച് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കാൻ. അപ്പോൾ അവൾ പറയും, ഇതിനെല്ലാത്തിനും ഒരേ ഒരു കാരണക്കാരനേ ഉള്ളൂ, അത് ആ ടേക്കിങ് ആണ്. ഞാനാണെങ്കിൽ ഡേയോണിൻ്റെ പിന്നാലെ 3 വർഷമായിട്ട് നടക്കുകയാണ്, പക്ഷേ ടേക്കിങ് വന്ന ഉടനെ അവൻ്റെ പെരുമാറ്റം എല്ലാം മാറ്റിയെടുത്തു, എനിക്ക് അവനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നങ്കുങ് പറയും, നീ ചുമ്മാ അറിയാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കാതിരിക്കാൻ നോക്ക്, അതുപോലെ നീ കരുതിയിരിക്കുന്നത് നിനക്ക് ഡേയോണിനെ പറ്റി എല്ലാ കാര്യവും അറിയാമെന്നാണ്, പക്ഷെ അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്, നിനക്ക് അവനെ പറ്റി ഒരു കാര്യവും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് നങ്കുങ് അങ്ങോട്ട് പോവാനായിട്ട് നടക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് അവ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, എന്നെ കാണാൻ മാത്രമേ ഇങ്ങനെ കോമഡി ആയിട്ട് തോന്നൂ, പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനെയാണ് ആരെങ്കിലും വിഷമിപ്പിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവ അവിടെ നിന്ന് പോകുന്നു. അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയിട്ടും അവൾ വീണ്ടും പറയുന്നത് അതേ കാര്യം തന്നെ, അവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന്. അതും ആ വീഡിയോ നോക്കിയാണ് അവൾ പറയുന്നത്. അടുത്ത സീനിൽ ടേക്കിങ് വീട്ടിലേക്ക് പോകാനായിട്ട് നടക്കുകയാണ്. ആ സമയത്ത് ഷിൻവു ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കാണുന്നു. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, ഷിൻവു നീ ഇവിടെ എന്ത് ചെയ്യുന്നെന്ന്. അപ്പോൾ ഷിൻവു പറയും, ഞാനിവിടെ കുറച്ച് ഭക്ഷണവും വെള്ളവും എന്നും വെക്കാറുണ്ട്, അത് വെക്കുകയാണെന്ന്. അപ്പോൾ അവൻ ചോദിക്കും, എന്തിനു വേണ്ടിയാന്ന്. അപ്പോഴത്തേക്കും ഷിൻവു പറയും, ഏതോ ഒരു ജീവി വന്ന് എന്നും ആ ഫുഡ് കഴിച്ചിട്ട് പോവാറുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നതെന്ന്. അപ്പോൾ ടേക്കിങ് ചോദിക്കും, എന്തിനാ ഇങ്ങനെ കാണാത്ത ജീവിക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നതെന്ന്. അപ്പോൾ ഷിൻവു പറയും, ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുന്ന ഫുഡ് എന്നും ഏതോ ഒരു ജീവി കഴിക്കാറുണ്ട്, അപ്പം ഞാൻ ഒരു ദിവസം അത് വെക്കാതിരുന്നു കഴിഞ്ഞാൽ അതെന്നെ കാത്തിരിക്കില്ലേന്ന്. ഷിൻവു പറയുന്നത് കേട്ടിട്ട് ഷിൻവുവിനോട് ടേക്കിങ് പറയണേ, ഞാൻ ഒരിക്കലും കരുതിയില്ല ഷിൻവു നീ എന്നെ പോലെ ആയിരിക്കുമെന്ന്. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് എണീറ്റ് നടക്കുകയാണ് വീട്ടിലോട്ട് പോകാനായിട്ട്.
നടക്കുന്ന സമയത്ത് ടേക്കിങ്ങിനോട് ഷിൻവു ചോദിക്കുകയാണ് ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞു എന്ന്. അപ്പോൾ അവൻ പറയും അല്ല എനിക്ക് തലവേദന ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങിയതാണെന്ന്. അപ്പോൾ ഷിൻവു പറയും ആ ശരിയാ, തലവേദന ആയിരിക്കുമ്പോൾ പഠിക്കാത്തത് തന്നെ നല്ലത്, ഒന്നും മനസ്സിലാവത്തില്ലെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഷിൻവു ആണെങ്കിൽ ഒരു ബാൻഡേജിൻ്റെ ടെപ്പി എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ ഡ്രാമയുടെ എല്ലാ എപ്പിസോഡ്സും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. 4ാമത്തെ എപ്പിസോഡിൽ ഷിൻവു ടേക്കിങ്ങിൻ്റെ മുറിവിൽ ഒട്ടിക്കാനായിട്ട് ഈ ബാൻഡേജ് കൊണ്ടുവന്നിരുന്നു. പക്ഷെ അവൻ അത് കൊടുത്തില്ലായിരുന്നു. അതിന് പകരമാണ് അവൻ ഇപ്പം അത് കൊടുത്തത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് തഴമ്പ് വരില്ല, ഒട്ടിച്ചാൽ മതിയെന്ന്. അപ്പോൾ ടേക്കിങ് ചോദിക്കും അതിനെൻ്റെ മുറിവൊക്കെ പോയല്ലോ, ഇനിയിപ്പോൾ എനിക്ക് എന്തിനാ അതെന്ന്. അപ്പോൾ ഷിൻവു പറയും സാരമില്ല, നീ അത് വെച്ചോ എന്ന്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഷിൻവുവിനെ തന്നെ ടേക്കിങ് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഡേവോൺ ആണെങ്കിൽ വിഷമത്തോടെ നടന്നു പോവുകയാണ്. ഈ സമയത്ത് അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയാണ് നീ പെട്ടെന്ന് തന്നെ മെസ്സേജ് എടുത്ത് നോക്ക്, എന്തൊക്കെ മെസ്സേജാണ് എല്ലാവരും അയക്കുന്നതെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ ഫോൺ കട്ട് ചെയ്യുന്നു. ഇവൻ മെസ്സേജ് എടുത്ത് നോക്കിയിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ, ബൈ ബൈ.